ഒടുക്കത്തെ ചവിട്ടില്. ജയലളിത വരുന്നു, മുമ്പിൽ രജനീകാന്തും. വണ്ടി മാറ്റാ കുരുവി, വണ്ടി മാറ്റാൻ പറ. എന്താ പ്രസിഡന്റ്, ഞാൻ അറിയാണ്ട് കോളനിയിൽ ഒരളക്കല്. എനിക്ക് ഈ പഞ്ചായത്തിൽ ഏത് വാർഡിലും എവിടെയും എപ്പോഴും എങ്ങനെ വേണമെങ്കിലും അളക്കാം. അതിനൊരു കുരുവിയുടെയും അനുവാദം വേണ്ട. എന്റെ ചോദ്യത്തിന് തരേണ്ട ഉത്തരവല്ല ഇത്. പിന്നെ കോടശ്ശേരി തങ്കപ്പൻ എല്ലായിടത്തും എപ്പോഴും എങ്ങനെയും കയറി അളക്കുന്ന ആളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അറിയാമല്ലോ. അറിയാം. അത് മതി. അത് പോരാ. സാറിന്റെ ആ കളിയെ ഈ കോളനിയിൽ വേണ്ട. ഇതെന്റെ തീരുമാനമല്ലല്ലോ കുരുവി. അമേരിക്കൻ കമ്പനി വരുവാനുള്ള തീരുമാനം നമ്മളെല്ലാം ഉൾപ്പെട്ട പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനമല്ലേ? അത് നമുക്ക് നടപ്പിലാക്കണം. ഓ, എന്തൊരാവേശം, എന്തൊരാവേശം. പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രസിഡന്റിനുള്ള ഭൂരിപക്ഷം എത്രയാണെന്ന് നല്ല ഓർമ്മയുണ്ടല്ലോ. കയ്യാലെ പുറത്തിരിക്കണ തേങ്ങ. മാങ്ങ എടാ മോനെ രാജു മൂരി, മുതലാളിയെ കണ്ട് കുത്തരുത് കേട്ടാ. കുരുവി, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. ഒരു ഡൂക്ലി മെമ്പറായിട്ട് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഭരണപക്ഷം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചൊറി കുത്തിയിരുന്നിട്ട് കാര്യമില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഭരണം വേണോടി, ഭരണം. പ്രസിഡന്റ് അധികം എളിയണ്ട. ഈ കുരുവി വിചാരിച്ചാൽ തന്റെ കസേര ഞാൻ തെറിപ്പിക്കും. നീ പൊടി കുരുവി. നീ കുരുവിയാണെങ്കിൽ ഞാൻ കഴുകനാടി, കഴുകൻ. നീ ആ കോളനിക്കാരുടെ സൈഡിൽ നിന്നുണ്ടല്ലേ സംസാരിക്കുന്നത്? എന്നോട് അതേ കളിച്ചാണല്ലോ. ഈ കോളനി മുഴുവൻ ഞാൻ തീ വെച്ച് നശിപ്പിക്കും. മനസ്സിലായോ? എടാ വണ്ടി ഇടാ. അയ്യോ, ആ വണ്ടി ഇടാ. അച്ഛൻ ഒരുപാട് ശ്രമിച്ചതാ പട്ടയം കിട്ടാൻ, നടന്നില്ല. കൂലിപ്പണി ചെയ്തും മുടിയാട്ടത്തിന് പോയും ഉണ്ടാക്കിയ വീടായത്. ഇനിയിപ്പോ എന്നാണാവോ വീടൊഴിഞ്ഞു പോവാൻ പറയാ? ഏത് നേരത്തും ഇറങ്ങി പോവാൻ പറയാലോ അവർക്ക്. അമ്മ വിഷമിക്കാണ്ടിരിക്കേ, ഞാനും പല വഴികളും ആലോചിക്കുന്നുണ്ട്. എന്റെ കുട്ടൻ തന്നെ ആലോചിക്കണം. വലിയ കാര്യങ്ങളും ഒന്നും തന്നെ ഏറ്റുവയ്ക്കാനുള്ള കരുത്തില്ല ശരീരത്തിനും മനസ്സിനും. കാലത്തിനൊപ്പം തന്നെ പ്രായവും കടന്നു പോയല്ലേ. വീടിന്റെ തെക്ക് വശത്ത് വെച്ചിരിക്കുന്ന കുറ്റി അച്ഛന്റെ തലയില വേദനിച്ചിട്ടുണ്ടാവും അല്ലേ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? വിഷമം കൊണ്ടാ, നെഞ്ചുരുങ്ങുന്ന തീയ ഉള്ളില്. ഇതൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ അന്തിത്തിരി വെച്ച് അച്ഛന്റെ ആത്മാവിനെ സ്നേഹിക്കാൻ എവിടെയാ പോവാ? ഇല്ലമ്മേ, എല്ലാം എന്റെ ഉള്ളിലുണ്ട്. എന്നെയും വത്സലെ അമ്മ വളർത്തിയതും അച്ഛന്റെ മരണവും അമ്മയുടെ ഏകാന്തതയും കഷ്ടപ്പാടും എല്ലാം എനിക്കറിയാം. എന്റെ അമ്മ കരയണ്ട. ഒക്കെ ശരിയാവും അമ്മേ, ശരിയാവും. ആ കുട്ടിയടമ്പാടത്ത് കൊയ്ത്ത് കഴിയുമ്പോ അച്ഛനെ കാണാൻ പൂവാടി. അയ്യോ, കുട്ടാടമ്പാടത്തെ കൊയ്ത്ത് കഴിഞ്ഞാൽ അച്ഛനെ കാണാൻ പോവാൻ പറ്റൂല. കോലോത്തെ തമ്പ്രാന്റെ കൊയ്ത്തു കഴിച്ചില്ലേ, കോലോത്തെ തമ്പ്രാൻ തല്ലോടി. നീ എന്താ പറഞ്ഞേ? അമേരിക്കക്കാരന്റെ കമ്പനി വന്നു കഴിഞ്ഞാ പിന്നെ നമ്മളെല്ലാം അവന്റെ പണിക്കാരല്ലേ? അതിനു മുമ്പേ തങ്ക അമേരിക്ക കൊണ്ട് പോണല്ലേ നല്ലത്. നമുക്കൊരു അമേരിക്കക്കാരന്റെയും പണി വേണ്ട. നമുക്ക് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ പണിയുണ്ടല്ലോ. മണ്ണിന്റെ മണമുള്ള പണി. നമുക്ക് നമ്മുടെ നാടാ വലുത്. അത് കരയ്ക്ക് മുത്തപ്പ. ആ നോക്കിക്കോ, ഇവിടെ ഒരു അമേരിക്കക്കാരന്റെ കമ്പനിയും വരാൻ പോകുന്നില്ല. ആ കോളനി കൂടെ റോഡും വെട്ടാൻ പോകുന്നില്ല. ഉറപ്പാണോ മുത്തപ്പ? ആ, എനിക്ക് ഉറപ്പാ. പക്ഷെ ഇന്ന് ആ പ്രസിഡന്റ് ചെയ്ത് തീരെ ശരിയായില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. പ്രതികരിക്കണം, പ്രതികരിക്കണം. നീയൊക്കെ പ്രതികരിച്ചോ? എനിക്ക് അതിനുള്ള പ്രായം കഴിഞ്ഞു. ഇതെന്താടി? ഇതെവിടെ കിടന്ന് അടിക്കണ? നിന്റെ ഫോൺ അടിക്കണേ. എന്റെ അല്ല ചേട്ടന്റെ. എന്റെ അല്ല, എന്റെ ഞാൻ ഉറപ്പായിട്ട് ചേട്ടൻ്റെ. എന്റെ ഫോൺ ഞാൻ ഓഫാക്കിട്ടേക്ക. അപ്പൊ എനിക്കുള്ളായിരിക്കും. നിക്കറിന്റെ പോക്കറ്റ് കിടക്കുമ്പോ റേഞ്ച് അങ്ങ് കേറും. ഹലോ, ആരാ? ഹലോ, രാജ്മോനുണ്ടോ? അല്ല, ഇത് സുബ്രമോന. ആരാ? ഒരു പീസ.
ഹലോ, രാജുമോൻ ഉണ്ടോന്ന്? രാജുമോൻ തന്നെ വേണോ? സുബ്രമോൻ പോരെ? ഛീ, വൃത്തികെട്ടവനെ, അനാവശ്യം പറയുന്നു. ചേച്ചി ചൂടാവുമ്പോ കേൾക്കാൻ എന്ത് സുഖമാണെന്നറിയോ? ചേച്ചി ഏതാ? ഞാനൊരു ഉമ്മ തരട്ടെ? ഉമ്മ നിന്റെ അച്ഛൻ കണ്ടാണിശ്ശേരി വേലായുധന് കൊണ്ടേ കൊടുക്കണം. ഇതെത്തിരി പഴയതാ. എന്റെ അച്ഛനെ അറിയാല്ലേ? എന്റെ അച്ഛന്റെ സെറ്റപ്പാ കള്ള. ചിറ്റമ്മ എവിടെയുള്ളതാ? ഹാ, കഴിവരുടെ മോനെ, ഇത് ഞാനടാ കുരുവി ഭാരതി. കൊടുക്കാം. ഹായ് ഡാർലിംഗ്, ഞാനാ നിന്റെ രാജുമോൻ. എന്റെ രാജുവേട്ടാ, എത്ര നേരായി ഞാൻ കാത്തിരിക്കണേ, എന്താ വരാത്തെ? സോറിടാ, ഞാൻ ആ പൂതിനയുടെ ഡ്രൈവറല്ലേ. ഓ, ആ പെരുമ്പണ്ടാരത്തിന് ചുമ നടന്ന് ഞാൻ മടുത്തുടാ. കുരുവല്ലവള് എരുമയാണ്, എരുമ. നിന്റെ മറ്റുള്ളടാ എരുമ, ഞാൻ ഭാരതിയാ സംസാരിക്കുന്നേ. എന്തടാ? എന്റെ പണി പോയടാ. എനിക്ക് പണി കൂടി. തേരുകൊള്ളമ്മേ തേരുകൊള്ള ഇക്കളം തന്നിലെ തേരുകൊള്ള തേരുകൊള്ളമ്മേ തേരുകൊള്ള ഇക്കളം തന്നിലെ തേരുകൊള്ള തേരുകൊള്ളമ്മേ. ആരാത്? കുമാരന്. അമ്മ പറഞ്ഞു കാര്യങ്ങള്. ആ പ്രസിഡന്റ്, അയാള് നമ്മളെ കൈയൊഴിഞ്ഞു. നീ അതിന് തളരേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് ബാധ്യതകള് അല്ലെങ്കിൽ തന്നെ ഇല്ലേ മുത്തപ്പ? അതിനിടയില് എടാ, നിന്റെ ഈ പ്രായത്തില് ഞാനും ഇതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ടതാ. വീട് വെക്കല്, താഴെയുള്ള പെങ്ങാന്മാരെ പറഞ്ഞയക്കല്, അങ്ങനെ ഒരുപാട്. പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാല് ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇനിയിപ്പോ വീടിന്റെ മുൻവശം പോകുന്നതിൽ അങ്ങ് പോട്ടെ, പക്ഷേ നിന്റെ അച്ഛനെ അടക്കം ചെയ്ത സ്ഥലമുണ്ടല്ലോ, അത് വിട്ടുതരാൻ പറയണം. മണ്ണിന്റെ മനസ്സറിഞ്ഞവനാ അയ്യപ്പൻ, അവൻ അവിടെ സ്വസ്ഥായിട്ട് കിടന്നോട്ടെ. കുമാര, നിനക്ക് എന്നോടൊന്നും തോന്നരുത്. എനിക്കിനി ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മുത്തപ്പൻ, ഈ മുത്തപ്പന്റെ വാക്കിന് ഇപ്പൊ ആരും ഒരു വിലയും കൽപ്പിക്കില്ല. കാലം അങ്ങനെ ആയിപ്പോയി. പക്ഷേ നീ തളരരുത്. അമ്മയും മുത്തപ്പനെയും മൈൻഡ് ചെയ്തില്ല പ്രസിഡന്റ് അല്ലേ? അതേ ദാസേട്ടാ. നീ ഇങ്ങനെ ആലോചിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അറിയാലോ. ഇതൊക്കെ ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ടൊരു വീടെങ്കിലും വേണ്ടേ? ഈ പ്രശ്നം ഒന്ന് ഒഴിവായാൽ മതിയായിരുന്നു. ദാസേട്ടൻ എന്നെ ഒന്ന് സഹായിക്കോ? എടാ, നിന്റെ ഏത് പ്രശ്നത്തിലാണ് ഞാൻ നിന്നെ സഹായിക്കാതിരുന്നിട്ടുള്ളത്? പക്ഷെ ഒന്നും പറഞ്ഞാൽ നീ അനുസരിക്കില്ലല്ലോ. നിന്റെ അമ്മയുടെ അടുത്ത് നിന്ന് വിട്ടുമാറാൻ നിനക്ക് ഇഷ്ടമല്ല. അതിന് മാത്രം എനിക്ക് പറ്റില്ല. അമ്മയെ കണ്ടില്ലെങ്കിൽ പറ, ഞാൻ എന്താ ചെയ്യട്ടെ? നമുക്ക് പ്രസിഡന്റിനെ ഒന്ന് പോയി കണ്ടാലോ? കാണാം, നാളെ തന്നെ കാണാം.